ഹലോ, നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ തിരച്ചി മീനിൻ്റെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിരുന്നേ. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുണ്ടാക്കാം. ആദ്യമായിട്ട് നമ്മൾ പാൻ വെക്കുക. പാൻ വെച്ചതിന് ശേഷം തേങ്ങ ഇടുക. തേങ്ങ ഇട്ടതിന് ശേഷം എണ്ണയൊന്നും ഒഴിക്കണ്ടേ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇടുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ശേഷം നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. മല്ലിപ്പൊടി 2 ടീസ്പൂൺ വേണം. നിങ്ങൾ മീനനുസരിച്ചും തേങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചും മല്ലിപ്പൊടി കൂട്ടണം കേട്ടോ. അപ്പോൾ പിന്നെ കുരുമുളക് നമ്മൾ ആവശ്യത്തിന് ഇടണം കേട്ടോ. ഇതാണ് മെയിനായിട്ടും വേണ്ടത്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ മീൻ വെച്ച് നോക്കണേ. 2 ദിവസമൊക്കെ സുഖമായിട്ട് വെളിയിലിരിക്കും. ചൂടാക്കി എടുത്താൽ മതി. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഒരു 4 ദിവസമൊക്കെ ഇരുന്നോളും കേട്ടോ. കേടാകാതെ തന്നെ ആവശ്യത്തിന് എടുത്ത് ചൂടാക്കിയാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോയിടയ്ക്ക്. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് പുളിയും കൂടി ചേർക്കും കേട്ടോ അരയ്ക്കുന്ന സമയത്ത്. എന്നിട്ട് വീണ്ടും ഉപ്പിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തേങ്ങ വറുത്ത സംഭവങ്ങളെല്ലാം എടുത്ത് നമ്മൾ മിക്സിയിലോട്ട് വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അതേ പാനിൽ തന്നെ ഓയിൽ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളി, അതായത് ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി ഇടുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക കേട്ടോ. നമ്മൾ ഈ അരയ്ക്കുന്ന കൂട്ട് തണുത്തതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് അതും കൂടി നന്നായിട്ട് ഇട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തിളയ്ക്കാൻ വെക്കണം. തക്കാളി ഒന്നും ആഡ് ചെയ്യില്ല. ഇതാണ് തിരച്ചി മീൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് മീനിടണം. ഈ മീൻ നമ്മൾ തിളച്ചതിന് ശേഷം മാത്രമാണ് ഇടേണ്ടത്. എന്നിട്ട് നമ്മൾ കുറച്ച് പുളി നോക്കണം. പുളി നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി വയ്ക്കുക. നല്ലതായിട്ട് തിളയ്ക്കതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുക. കറി റെഡിയാണ് ഗായ്സ്. സൂപ്പറാണ്, ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വിളിക്കണം. ബൈ.